ഇപ്പോൾ ഈ തിരുവനന്തപുരം ജില്ല BJP വലിയ പ്രതീക്ഷ വെക്കുന്നതാണ്. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, അതോടൊപ്പം തന്നെ ഈ നേമം, ഈ 4 മണ്ഡലത്തിൽ BJP വിജയിക്കുമെന്നാണ് BJP വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ്? എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയൊക്കെ ഒരുപാട് ആക്റ്റീവാണ്. ഇപ്പോൾ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വരെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, വികസനം എന്താണ് എന്നെല്ലാം ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഇടത് വലത് പാർട്ടികൾ എത്ര കള്ളത്തരങ്ങൾ കൊണ്ട് കോട്ട കെട്ടാൻ ശ്രമിച്ചാലും ജനങ്ങൾക്കത് പകുതിയിലേറെ ജനങ്ങൾക്കും അത് അറിയാം, അതെല്ലാം കൊള്ളത്തരമാണെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിജയ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമാണ്. ജനങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഭരണമാറ്റം, ഒരു വികസനത്തിനുള്ള ഒരു തുടക്കം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിലെല്ലാം ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ നിലയിൽ വിജയിച്ചു വരും. ഈ 4 മണ്ഡലങ്ങളിൽ BJP വിജയിക്കും തന്നെയാണ് പ്രതീക്ഷ. പിന്നെ തീർച്ചയായിട്ടും ജനങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്, ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഭരണമാറ്റം. കാർത്തിക ചേച്ചി, നേമം മണ്ഡലത്തിൽ എങ്ങനെയാണ് ഇത്തവണ BJPയുടെ സാധ്യതകൾ എങ്ങനെയാണ്? വളരെ നല്ല പ്രവർത്തനമാണ്. ഞങ്ങൾ എന്തായാലും വിജയിക്കും, അത് 100% ഉറപ്പാണ്. ഒരു മാറ്റം നമുക്ക് എപ്പോഴും വേണം. അതിനുവേണ്ടി എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അത് വിജയം നമുക്ക് തന്നെയാണ്. ചേച്ചി, ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ശിവൻകുട്ടിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? ശിവൻകുട്ടിയെ പറ്റി എന്താണ് അഭിപ്രായം? എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെക്കുന്നുണ്ട് പ്രവർത്തനത്തിന് വേണ്ടി. ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാനും എന്തൊക്കെയോ ഉദ്ഘാടനം നടത്തി എന്തൊക്കെയോ അവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷെ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല, ഒരു വികസനം വന്നിട്ടില്ല. നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് രാജീവ് ജി തന്നെ വരണം, എന്നാലേ ഞങ്ങൾക്കൊക്കെ ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരം നമ്മളെ കോർപ്പറേഷനിൽ ഇപ്പൊ മാറ്റം തുടങ്ങിയിട്ടുണ്ട്. അത് ഒരുവിധപ്പെട്ട വിവരമുള്ള എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ട് അതിന്റെ മാറ്റം എന്തൊക്കെയാണെന്ന്. അതുകൊണ്ട് ഇനി വരുന്ന മാറ്റം BJP വന്നാലേ നമുക്ക് കേരളത്തില് ഒരു മുന്നേറ്റം കാണുള്ളൂ. അതിനുവേണ്ടി എല്ലാരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ശിവൻകുട്ടി പക്ഷെ പറയുന്നത് ഇവിടെ BJPയുടെ സീറ്റ് 2 ഇരട്ട പൂട്ടിട്ട് പൂട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. അവര് സാധാരണ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഇതൊന്നും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് അതൊന്നും ദഹിക്കൂല. ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളതും എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതും. സാധാരണ മനുഷ്യർക്ക് ഇവരിത്രയും വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് എന്താണോ ചെയ്തത് അത് സാധാരണ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് എല്ലാവരും ഇനി അതനുസരിച്ചിട്ടേ വോട്ട് ചെയ്യത്തുള്ളൂ. സ്ത്രീജനങ്ങളുടെ ഒരു വലിയ ഒരു പിന്തുണ BJPക്ക് ഉണ്ടോ ഇത്തവണ? പിന്നെ തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഇവിടെ ഇത്രയും ആൾക്കാർ വന്നിട്ടുള്ളത്. അത് 100% ഉറപ്പാണ്. നമ്മുടെ സ്ത്രീകള് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ന് നമ്മൾ ഇവിടെ കൂടുന്നത്. അതുകൊണ്ട് പിന്നെ തീർച്ചയായും. നമസ്കാരം, എന്റെ പേര് ലേഖ. ചേച്ചി, ഇപ്പോ ഈ നേമം നിയോജക മണ്ഡലത്തിൽ ശിവൻകുട്ടിയുടെ കഴിഞ്ഞ ഒരു 5 വർഷത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? ഇവിടെ ആര് ജയിക്കുന്നതാണ് ഇത്തവണ? ശിവൻകുട്ടിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഫണ്ടുകൾ ഒരുപാട് അനുവദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ എസ്റ്റേറ്റ് വാർഡിൽ തന്നെ ഒരു 2 കോടി രൂപ ഫണ്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് അറിയത്തില്ല ആ ഫണ്ട് എന്തിനാണ് വിനിയോഗിച്ചതെന്ന്. ഒരു ചാനൽ മണ്ണിട്ട് മൂടാനാണ് ഈ 2 കോടി വിനിയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ അവർ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് 900 കോടിയാണ് അവർ ഈ വികസനത്തിന് വേണ്ടിയിട്ട് ശിവൻകുട്ടി MLA നമ്മുടെ മണ്ഡലത്തിൽ അവർ വിനിയോഗിച്ചതെന്ന്. ഈ 900 കോടിയുടെ വികസനം എന്താണെന്ന് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഇടത് വലത് കക്ഷികളാണ് നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ തിരുവിതാംകൂർ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആ വികസന പ്രവർത്തനങ്ങളിൽ നിന്നും ഒരു പടി പോലും നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ തലസ്ഥാന നഗരി വികസനം പ്രാപിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റുകളുടെ തലസ്ഥാന നഗരിയൊക്കെ പോയി കാണുമ്പോൾ നമുക്ക് അതിശയമാണ്. നമ്മുടേത് ഇപ്പോഴും 1950-ൽ കിടക്കുകയാണ്. അപ്പോൾ അതിനൊരു മാറ്റം നമ്മുടെ ഭാരത സർക്കാർ, അതായത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന നമ്മുടെ മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജീവ്ജി നമ്മുടെ കേരളത്തിൽ, അതായത് നമ്മുടെ മണ്ഡലത്തിൽ വിജയിക്കുകയാണെങ്കിൽ
ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികളുമായിട്ട് സംസാരിച്ച് അതിനുള്ള കുറേ സ്റ്റാർട്ടപ്പ് കമ്പനികൾ നമ്മുടെ മണ്ഡലത്തിൽ രൂപീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വാഗ്ദാനങ്ങൾ, അത് നമുക്കെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ആ വാഗ്ദാനങ്ങൾ ഉറച്ച വിശ്വാസവുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് രാജീവ്ജിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ്, വിജയത്തിനായിട്ട് പ്രയത്നിക്കുകയാണ്.